ഹായ് ഓൾ, നിങ്ങൾക്കറിയാമോ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കരിയർ ആയിട്ട് വന്നു തുടങ്ങിയത് 1890-കളിലാണ്. അപ്പൊ തൊട്ട് ആളുകൾ പല രീതിയിൽ ട്രെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഇപ്പം പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒന്ന് ഹൈ ഇന്റൻസിറ്റി ലോ വോളിയം, ഒന്ന് ലോ ഇന്റൻസിറ്റി ഹൈ വോളിയം. നമ്മളൊരു നാച്ചുറൽ ലിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ജെന്യൂൻ ആയിട്ട് നല്ലത്? അതിനു മുന്നേ ഈ വോളിയം വോളിയം എന്ന് പറയുന്ന സാധനം എന്തിനാണെന്ന് അറിയണം. കാര്യം എന്റെ ഓഡിയൻസ് പുതിയ ആളുകളുണ്ട്, പഴയ ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റെപ്പ് ചെയ്യണത് ഗുണം, സെറ്റ് ചെയ്യണത് ഗുണം, നമ്മൾ എത്ര വെയിറ്റ് എടുക്കുന്നു. അപ്പൊ ഇത് ഗുണിച്ച് കിട്ടുന്ന ഒരു ടോട്ടൽ വാല്യൂ ആണ് നമ്മുടെ ടോട്ടൽ വോളിയം. അപ്പൊ നമുക്ക് ഇതിനെ കാര്യമായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഏതാണ് നമുക്ക് നല്ലത്? അത് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡയറ്റ്, ട്രെയിനിങ്, റെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ജെനുവൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇൻ കംസ് ടു ട്രെയിനിങ് നമ്മൾ ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാലേ നമുക്ക് അതിൽ നിന്നുള്ള നല്ല നേട്ടം കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക് ആൻഡ് വെയിറ്റ് മാറ്റേഴ്സ്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ നമുക്ക് അതിൽ നിന്നുള്ള മസ്കുലർ ഗ്രോത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. ഇതിലുണ്ടാവുന്ന എററുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലർക്കും അവർ ഉദ്ദേശിക്കുന്ന മസിൽ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ മസിൽ കയറി പിടിക്കും. ചെസ്റ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ പിടിക്കും, റോയിങ് മൂവ്മെന്റിൽ ബാക്ക് ചെയ്യുമ്പോൾ നടു പിടിക്കും. ഇതെല്ലാം ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. അതിൽ ചെയ്യുന്ന സാധനമായിരിക്കില്ല പലർക്കും പിടിക്കുന്നത്. നമ്മൾ ജെനുവിൻ ആയിട്ട് ഒരു മസിൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മസിൽ ഗ്രൂപ്പ് ആക്ടിവേറ്റ് ആവണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഷോൾഡറോ നടുവോ റിസ്റ്റോ നമ്മുടെ നീയോ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കും. ചില വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നിലധികം മസിൽ ഗ്രൂപ്പുകൾ പിടിക്കും. ഡിപ്സ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാപ്സ് ഒക്കെ പിടിക്കും. പുള്ളപ്പ് ചെയ്യുമ്പോൾ ബാക്കും ബൈസും പിടിക്കും. അത് കോമ്പൗണ്ട് ലിഫ്റ്റിന്റെ ഭാഗമായിട്ട് വരണതാണ്. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ആ മസിൽ ടിഷ്യൂവിനെ മസ്കുലർ ഫെയിലിയറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്ക് അവിടെ നിന്ന് മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്ത് നമുക്ക് മസിൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് എത്തുള്ളൂ. വിത്ത് പ്രോപ്പർ റെസ്റ്റ്. ക്ലോസ്ഡ് മസ്കുലർ ഫെയിലിയർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന എഫർട്ട് എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസിൽ പിടിക്കും, ജോയിന്റ് പിടിക്കും, നടു പിടിക്കും, ഷോൾഡർ പിടിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ വോളിയം ആണോ ലോ വോളിയം ആണോ നല്ലതെന്ന് നമ്മൾ ഇവിടെ ആലോചിക്കും. ഈ മസ്കുലർ ഫെയിലിയറിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ അങ്ങെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഒന്നാമതായിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വെയിറ്റ് എടുത്ത് പൊക്കണതാണ് പ്രശ്നം. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബോഡി പാർട്ടൊക്കെ ഇട്ട് അനക്കിയായിരിക്കും വെയിറ്റ് എടുത്ത് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡിംഗുകാരന്മാരെ വിളിക്കേണ്ടി വരും എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മസിൽ ഗ്രൂപ്പിലേക്ക് ആ സ്ട്രെസ് പോണില്ല. അപ്പം അത് ഇൻഎഫക്റ്റീവ് ആയി പോകും. ഈ വെയിറ്റ് അധികമാവുന്നതിനെ സംബന്ധിച്ചിരിക്കും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വെയിറ്റ് കൂടുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടെക്നിക്ക് റോങ് ആവും. അതുകൊണ്ടാണ് ഹൈ വോളിയം വർക്കൗട്ടുകൾ നമ്മളൊരു നാച്ചുറൽ ലിഫ്റ്റേഴ്സിന് അത്ര നല്ലതല്ല എന്ന് പലരും പറയുന്നതിന്റെ കാര്യം. ബിക്കോസ് ഹൈ വോളിയം എന്ന് പറഞ്ഞ സാധനത്തിൽ തന്നെ ഉണ്ട് മോർ റെപ്സ്, മോർ സെറ്റ്സ്, മോർ വെയിറ്റ്. വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിരിക്കും ഇതെല്ലാം കണക്കാക്കി പോകും. അതുകൊണ്ടാണ് വെയിറ്റ് എത്ര എടുക്കണമെന്ന് നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ ടാർഗറ്റ് ചെയ്ത് വേണം എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ. നമ്മൾ ഓരോ ദിവസം വർക്കൗട്ട് ചെയ്യണം, വെയിറ്റും റെപ്പും ട്രാക്ക് ചെയ്യണം. എന്നിട്ട് അടുത്ത ആഴ്ച അതിൽ നിന്ന് ഒരു റെപ്പ് അധികം, ഒരു 2.5 അധികം, പയ്യെ 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 ഇംപ്രൂവ് ചെയ്യുക. ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അങ്ങനെയാണ് നമ്മൾ വെയിറ്റിനെ ട്രാക്ക് ചെയ്യണത്. ഈ വെയിറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോമും ടെക്നിക്കും ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ആവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തനെ കൊണ്ടുവന്നത് പോലെ ഇപ്രാവശ്യം ഞാൻ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ T-bar റോ ചെയ്യണത് 100 കിലോ ഇട്ടിട്ടാണ്. അതിന്റെ കമന്റിൽ ഓരോ പയ്യന്മാര് പറഞ്ഞിരുന്ന ബായ് കിടിലം ഫോമാണ് ബായ്, എന്താ അടിപൊളിയായിട്ടാണ് വർക്കൗട്ട് ചെയ്യണത്. ഒറ്റ ഒരുത്തം പോലും ഇല്ല അതിൽ നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ നെഗറ്റീവ് പറയണതല്ല. ചിലവർക്ക് പവർ ലിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചില സ്പെഷ്യൽ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, അത് T-bar റോ തന്നെയാണ്. ബാക്കിന്റെ തിക്നെസ് കൂട്ടാനുള്ള ഒരു വർക്കൗട്ട് ആണെന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഒരുത്തന് അയച്ചു കൊടുത്ത് പോകാൻ പറഞ്ഞു റോണി കോൾമാൻ ഇത്രയും വെയിറ്റ് ഇട്ട് ചെയ്യണത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇതായിരുന്നു എന്റെ അപ്പോഴത്തെ ഫേസ് ചെയ്ത എക്സ്പ്രഷൻ. ഈ അവന്റെ മെസ്സേജ് കണ്ടിട്ട് ആന മുക്കണ കണ്ട് ആട് മുക്കി അങ്ങനെ ഇരിക്കും. ശരിയാണ്, ചില സമയത്ത് നമുക്ക് എക്സസൈസ് ആയിട്ട് വെയിറ്റ് എടുക്കേണ്ടി വരും. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒന്നെങ്കിൽ നിന്റെ നടുവൊഴിഞ്ഞ് നീ ആശുപത്രിയിലാവും, അല്ലെങ്കിൽ നിനക്ക് കാലാകാലങ്ങളായിട്ട് ഒരു ഇഞ്ചുറി അടിച്ചു കിട്ടും. നമ്മൾ ഇത്രയും 7-8 വർക്കൗട്ട്, അത്രയും സെറ്റ്, അത്രയും റെപ്സ്, സൂപ്പർ സെറ്റ്, ഡ്രോപ്പ് സെറ്റ് എന്നിങ്ങനെ പറഞ്ഞ് കുറെ സാധനങ്ങൾ എടുത്ത് ആഡ് ചെയ്യുമ്പം നമ്മുടെ ബോഡി ജെനുവിൻലി നല്ല രീതിക്ക് തളർന്നു പോകും. നമ്മൾ 2-3 മണിക്കൂർ അവിടെ ചെന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് സമയം വേണ്ടി വരും റിക്കവർ ആവാൻ. ഞാൻ തൊട്ട് മുന്നേ ആ ലേഡീസിന്റെ വീഡിയോ ഇട്ടതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
പുരുഷന്മാർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് മസിൽ ഫൈബേഴ്സ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതിന് നല്ല സമയം വേണം റിക്കവർ ആകാൻ. പക്ഷെ പലരും ഇപ്പോഴും ബാക്ക് ടു ബാക്ക് ഇത്രയും മണിക്കൂർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് മസിൽ ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ എത്താത്തതിന്റെ കാരണം അതാണ്. ഇവർ റിക്കവർ ആവാൻ സമയം കൊടുക്കണില്ല. ഹൈ വോളിയം വർക്കൗട്ട് നമ്മൾ നാച്ചുറൽ ലിഫ്റ്റേഴ്സിന് ഒട്ടും നല്ലതല്ല. ഞാനും അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്റെ ട്രെയിനിങ്ങിനെ അത് ബാധിച്ചു തുടങ്ങി, എന്റെ സ്ട്രെങ്തിനെ അത് ബാധിച്ചു തുടങ്ങി, എന്റെ റിക്കവറി അത് ബാധിച്ചു തുടങ്ങി, നല്ല രീതിയിൽ ക്ഷീണിച്ചു. അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് മനുഷ്യർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് എല്ലാം വേണം, എല്ലാം നേടിയെടുക്കണം, ഒരുപാട് പൈസ, ഒരുപാട് ഫെയിം, ഒരുപാട് ആഹാരം, ഒരുപാട് സൗന്ദര്യം. അപ്പൊ ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കൗട്ട് ചെയ്താലും നമുക്ക് ഒരുപാട് നല്ല ബോഡി എടുക്കാവുന്നതാണ്. പക്ഷെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വളരെ റോങ് ആണ്. ഒരുപാട് ചെയ്തെന്നും പറഞ്ഞ് ഒരുപാട് മസിൽ ഉണ്ടാവൂല. എന്നാ പിന്നെ 100-150 റപ്പ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യാത്ത അത് പറ്റണുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കൊരു കേപ്പബിലിറ്റി ഉണ്ട്, അത് അറിഞ്ഞ് വർക്കൗട്ട് ചെയ്യണം. Is the exercise of restraint. Restrain that tendency to always want to do more. Remember, your body has to recover, and when you do too many high intensity sets, you're not going to give your body enough time to recover between workouts. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാര്യം, ഞാൻ ഇതേപോലെ റീലും ഫാൻസി സാധനങ്ങളും ഇടാത്തതിന്റെ കാര്യം, അതൊന്നും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമില്ല. ആവശ്യമുള്ള സാധനം മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു നാച്ചുറൽ ലിഫ്റ്റർ ആണ്, ശരി തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ ഹൈ വോളിയം വർക്കൗട്ട് ആണ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പോൾ ടയർഡായി, നിങ്ങൾ ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്തെന്ന് പോയി. അപ്പൊ നിങ്ങൾക്ക് കുറെ സെഷൻസ് മിസ് ആവുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ പല വർക്കൗട്ടും മിസ് ആവുകയാണ്. ഒന്നെങ്കിൽ റെസ്റ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മസിൽ ക്വാളിറ്റി പോകും, പക്ഷെ സ്ട്രെങ്തും കാര്യങ്ങളും കൂടും. പക്ഷെ നമുക്ക് ആ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും എത്തിച്ചേരില്ല. അവിടെയാണ് ഞാൻ പറയണത്, ലോ വോളിയം ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകളാണ് നാച്ചുറൽ ലിഫ്റ്റേഴ്സിന് ഏറ്റവും നല്ലത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഒരു ലോ വോളിയം ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ചെയ്ത ചെസ്റ്റിന്റെ വർക്കൗട്ടാണ്. ഞാൻ ആദ്യം ചെയ്തത് ഇൻക്ലൈൻ പ്രസിന് ഞാൻ 3 സെറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത റപ്പ് ഇത്രയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത വെയിറ്റ് ഇത്രയാണ്. അപ്പൊ ഞാൻ അത് ഫോണിൽ എടുത്ത് വെച്ച് നോക്കും. എന്നിട്ട് ഈ ആഴ്ച ഞാൻ 1-2 റപ്പ് അധികം അടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോ എനിക്ക് അവിടെ ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വർക്കൗട്ട് എന്റേത് കഴിഞ്ഞു. ഏകദേശം പോയ വാം ഉൾപ്പെടെ എനിക്കൊരു 15 മിനിറ്റ് ഞാൻ വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഫ്ലാറ്റ് ഡംബൽ പ്രസ്സിലേക്കാണ്. 2 സെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം എത്ര വെയിറ്റ് എനിക്ക് പോകുമെന്നുള്ളത്. ഞാൻ 20 കിലോയുടെ ഡംബൽ എടുത്തിട്ട് കഷ്ടി മുക്കിയാണ് ഒരു 10 റപ്പ് അടിച്ചത്. എനിക്ക് അത്രയും ചെയ്തപ്പോൾ എനിക്ക് മസ്കുലർ ഫെയിലിയർ ആയി. കാര്യം ഞാൻ തൊട്ട് മുന്നേ ഇൻക്ലൈൻ ബാർബൽ അടിച്ചത് കൊണ്ട് എനിക്ക് ഡംബൽ പോണില്ല. എന്റെ മസ്കുലർ ഫെയിലിയർ ആയി. 10 റപ്പ് അടിച്ച് ഞാൻ സ്ലോ കൺട്രോൾ ചെയ്തപ്പോൾ എനിക്ക് 10 റപ്പിൽ ഫെയിലിയർ ആയി. തൊട്ടടുത്ത സെറ്റിൽ ഞാൻ ചെയ്തത് 25 വെച്ചിട്ട് 8 റപ്പ് അടിച്ചു. അതും കഷ്ടപ്പെട്ടാണ് മസ്കുലർ ഫെയിലിയറിൽ എത്തിച്ചത്. 2 സെറ്റേ ഞാൻ ചെയ്തോളൂ. എനിക്ക് അപ്പോഴേക്കും വയ്യ, ചെസ്റ്റ് ഒക്കെ നല്ല പമ്പായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഡംബൽ ഫ്ലൈ. അതും ഇതേപോലെ 3 സെറ്റ് പതുക്കെയാണ് ചെയ്തത്. എനിക്ക് അപ്പോഴേക്കും വയ്യ, എന്റെ ചെസ്റ്റ് ഒക്കെ പമ്പായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ലോവർ ചെസ്റ്റിനും കൂടെ ഡിപ്സിന്റെ വർക്കൗട്ട് 2 സെറ്റും കൂടെ അടിച്ച് ഫിനിഷ് ചെയ്തു. ഒരു 40 മിനിറ്റ് ആയപ്പോൾ എന്റെ സെഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ള കാര്യം. ഒരു മസിൽ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത്ര തളർന്നിട്ടില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. എന്നിട്ട് ഫുഡും കഴിച്ചത് ഇവിടെ ഉറങ്ങാതെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് അത്രയും തളർച്ചയില്ല. പക്ഷെ എനിക്ക് ആവശ്യത്തിനുള്ള വർക്കൗട്ടും കിട്ടി, റെസ്റ്റും ആവും. ഇത്രയും സമയം കിടന്ന് ജിമ്മിൽ ചെന്ന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ലോ വോളിയം ഹൈ ഇന്റൻസിറ്റി നമുക്ക് എല്ലാവർക്കും ഉചിതമായിട്ട് ചെയ്യാൻ പറ്റും. സമയം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസ്കുലർ ഫെയിലിയർ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ. എന്നാൽ നമുക്ക് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എന്തുകൊണ്ടാണ് ആളുകളുടെ തലയെ കയറാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരുപാട് ലോഡ് ചെയ്താലേ, ഒരുപാട് റപ്പ് ചെയ്താലേ നമുക്ക് അടിപൊളി ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഹൈ വോളിയം വർക്കൗട്ടുകൾ റെക്കമെൻഡ് ചെയ്യണവർ നല്ല രീതിയിൽ സ്റ്റെറോയിഡ് അവരുടെ രക്തങ്ങളിലൂടെ ഒഴുകി നടക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരിക്കും. എന്റെ ശരീരത്തിലോട്ട് ഇതേപോലെ കെമിക്കൽ സാധനങ്ങളൊക്കെ ഒഴുകി നടന്ന് എന്റെ DNA ഡാമേജ് ആക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഇത്രയും നാൾ ചെയ്തത്, ഇനി അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഹൈലി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങളൊരു നാച്ചുറൽ ലിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ വോളിയം ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ആണ് ചെയ്യേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ 10 ഡേയ്സ് വെച്ച് വർക്കൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടും, നമുക്ക് നല്ല രീതിയിലുള്ള വർക്കൗട്ട് പെർഫോമൻസും നല്ല രീതിയിലുള്ള സ്ട്രെങ്തും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഇങ്ങനെ മാംസപിണ്ഡമായിട്ട് ഇത്രയും വലിയ ശരീരമായിട്ട് കൊണ്ട് നടക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. എനിക്ക് അത്ര ആവേം വേണ്ട. എനിക്ക് കണ്ട നല്ല ഭംഗിയുള്ള ശരീരം മാത്രം മതി. ബി നാച്ചുറൽ ബോയ്സ്. നമുക്കതാണ് കാലാകാലമായിട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. എനിക്കൊരു 45 വയസ്സ് വരെ ജീവിച്ചാൽ പോരാ. എനിക്ക് കുറച്ച് 80-85 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹമാണ്. ഇതേപോലെ സാധനങ്ങൾ കുത്തിക്കയറ്റിയാൽ ഒരുപാട് കാലമൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം.